നേരം വെളുത്തപ്പോ തന്നെ ഒരു പണിയെടുക്കാത്ത ഞാൻ കടലിന്റെ വക്കത്ത് വന്നത്. അവിടെ എത്തിയപ്പോ കടലിന്റെ മക്കൾ നല്ല പണിയില്ല. അവരെ പണി നോക്കി നിൽക്കുമ്പോഴുണ്ട് ഒരു ടീം ചാക്കിൽ മണ്ണ് നിറയ്ക്കും. ആദ്യം കണ്ടപ്പോ ഞാൻ വിചാരിച്ചു മണൽ മാഫിയാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എയറിൽ പമ്പരം കറങ്ങണ മാതിരി കറങ്ങണ പുള്ളി. നേരം വെളുത്തപ്പോ തന്നെ അവര് ബീച്ചിക്ക് ചാക്കും പൊക്കി മണ്ടി വന്നത് മറിഞ്ഞടിക്കാനാണ്. എന്തായാലും അതൊരു നല്ലൊരു ഇതാണ്. അവരെ മറിച്ചിൽ രണ്ട് മോട്ടറായിട്ട് ഞാനും മറിഞ്ഞൊരു രണ്ട് മറിച്ചിൽ. അതിന്റെ ഇടയിൽ നമ്മളെ മോട്ടറാക്കാൻ വേണ്ടിയിട്ട് അവര് ബാക്കൊക്കെ ഒന്ന് മറിഞ്ഞു. അതിന്റെ ഇടയിൽ വേറൊരു വടവാവിലും ഇറങ്ങി. ഇവരത്തൊക്കെ കണ്ടിട്ട് ഞാനൊന്ന് മറിഞ്ഞു നോക്കിയതാ. അതാ കിടക്കണ കിണ്ടിയും വെള്ളം ഇടിച്ചൊക്കെ വീണ മാതിരി നമ്മൾ വീണീന്ന് പജക് പജക് എന്ന് പറഞ്ഞിട്ട്. നമ്മൾ കണ്ടിട്ട് അവിടുത്തെ നഴ്സറി പിള്ളേര് മുതൽ പ്രസവിച്ച് എണീച്ച പൈതമക്കൾ വരെ ബാക്ക് മറിഞ്ഞു. അതൊക്കെ കണ്ടിട്ട് രണ്ടും കൽപ്പിച്ച് പഠിച്ചോനെ ഞങ്ങൾ കാത്തോളി എന്ന് പറഞ്ഞിട്ട് ഒരു ഒറ്റ മറിച്ചില്ല. അയറ് ഏറെ കുറെ ശരിയായി. അപ്പോഴുണ്ട് ഒരു കുതിരനായിട്ട് ഇറങ്ങിയിരിക്കുന്നു. ഈ കുതിരക്ക് ഇന്നെ കാണുമ്പോൾ ഒരു ഇളക്കം കൂടുതലാണ്. ഭാഗ്യത്തിന് കുതിരന്റെ മോറ് കണ്ടിട്ട് ഇന്നൊന്ന് മനസ്സിലായിട്ട് ചെയ്യാന്ന് തോന്നുന്നു. പിന്നെയാണ് മനസ്സിലായത് അവന്റെ സൈക്കോളജിക്കൽ മൂവ് ചെയ്യുന്നു. കുറച്ചണ്ട് കഴിഞ്ഞപ്പോ വാണം വിട്ട മാതിരി പറമ്പിക്ക് ഒരു ഒറ്റ പോക്ക. തടി ബാക്കിയായത് തന്നെ അള്ളാന്റെ കാവില്. അത് കഴിഞ്ഞപ്പോൾ തന്നെ ഇപ്പൊ ശരിയാക്കി തരാന്ന് പറഞ്ഞിങ്ങണ്ട് അടുത്ത വധൂരി കയറി. അവനേറ്റ് നേരെ കുതിര തെങ്ങുന്തോട്ടത്തേക്ക് തന്നെ പോയി. ആ തെങ്ങുന്തോട്ടത്തിൽ നിന്ന് ഒരു ഓലക്കൊടി എടുത്തിട്ട് കുതിരന്റെ അണ്ണാക്കി കണ്ട് കുത്തിച്ചിരിയപ്പോഴാണ് കുതിര ആയത്. ഓലക്കൊടിന്റെ ഒരു പവറായി കഴിഞ്ഞ കഥ.